ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് ഈ മെറ്റീരിയൽസൊക്കെ കൊണ്ടുപോകണതേ ഞങ്ങളുടെ അടുത്ത് തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലേക്കാണേ. അവിടെ സ്ത്രീകൾക്കായിട്ടുള്ള തയ്യൽ പരിശീലന ക്ലാസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതറിഞ്ഞപ്പോൾ മുതൽ എനിക്ക് മെറ്റീരിയൽസായിട്ട് അവിടെ പോകണമെന്ന് എനിക്കുണ്ടായിരുന്നേ. പക്ഷേ കൊണ്ടുപോകാനുള്ളൊരു മടിയും ചമ്മലും ഒരു ധൈര്യക്കുറവൊക്കെ കൊണ്ട് അങ്ങനെ അങ്ങ് ഇരിക്കുമായിരുന്നേ. അപ്പം ഞാൻ ഞങ്ങളുടെ ഇവിടെ CDSലെ ചേച്ചീനെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എടാ നീ കൊണ്ടുപോയി നോക്ക് എന്ന് എന്നോട് പറഞ്ഞേ. പിന്നെ ഞാൻ പോകാനായിട്ടൊരു കൂട്ടിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അയൽക്കൂട്ടത്തിലെ ചേച്ചീനെ വിളിച്ചപ്പോഴത്തേക്കും ചേച്ചിക്ക് ചില കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വരാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ട് എന്നോട് പറഞ്ഞു, എടാ അവിടുത്തെ വേറൊരു ചേച്ചിയുടെ നമ്പറുണ്ട്, അത് പഠിക്കണ ചേച്ചിയുടെ നമ്പറുണ്ട്, അത് ഞാൻ നിനക്ക് തരാം, നീ വിളിച്ച് ചോദിക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ വിളിച്ച് ചോദിച്ചിട്ടാണ് കേട്ടോ, ഞാനൊരു ശനിയാഴ്ചയാണ് അവിടെ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പോകുമ്പോഴത്തേക്കും എൻ്റെ കൂടെ എൻ്റെ മക്കളും ഉണ്ടായിരുന്നു. ആദ്യം പോയപ്പോൾ ഉള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ അവർ മെറ്റീരിയൽസ് എടുക്കുമോ, എങ്ങനെയൊക്കെ ഇരിക്കും എന്നുള്ളത് ഒരു ധാരണയൊക്കെ ഇരുന്നു കേട്ടോ. പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ മെറ്റീരിയൽസ് ഒന്നും കാണിക്കേണ്ടി വന്നില്ല. ഞാൻ മെറ്റീരിയൽസൊക്കെ അവിടെ ഒരു മെഷീൻ്റെ മുകളിൽ വെച്ചു. ചേച്ചിമാരൊക്കെ തന്നെ ഇങ്ങോട്ടായിട്ട് വന്ന് നോക്കി അവരെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പം ഞാനതൊക്കെ ഒരു ബുക്കിൽ എഴുതി, പേരും ഫോൺ നമ്പരും റേറ്റും കാര്യങ്ങളൊക്കെ എഴുതി അങ്ങനെ ഇതാക്കി. പിന്നെ എന്ന് വെച്ചാൽ ഇപ്പം അവിടെ ഉള്ള എല്ലാ ചേച്ചിമാരും അങ്ങനെ എടുക്കണില്ല കേട്ടോ. ഇപ്പം കടയിൽ എത്ര റേറ്റ് കൊടുത്ത് മേടിച്ചാലും ഒരു ചെറിയൊരു സംരംഭം നടത്തുന്നവരുടെ കയ്യിൽ നിന്ന് മേടിക്കില്ല എന്ന് ദൃഢനിശ്ചയം എടുത്തുള്ളവരൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ളവരൊന്നും എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചില്ല. അല്ലാത്ത ചേച്ചിമാരൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചായിരുന്നു കേട്ടോ. അവരൊക്കെ ഇപ്പോൾ ഒരു ചേച്ചി തന്നെ 3, 4, 5 മെറ്റീരിയൽസൊക്കെ ആയിട്ടൊക്കെ എടുത്ത ചേച്ചിമാരും ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെയുള്ളവരെ ഞാൻ കൂട്ടാക്കാറുമില്ല. ഇപ്പം നമ്മളോട് എങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മൾ തിരിച്ചും കാണിച്ചാൽ പോരെ. ഇപ്പം അവിടെയുള്ള 3/4 ഭാഗം ചേച്ചിമാരും എൻ്റെ കയ്യിൽ നിന്ന് മെറ്റീരിയൽസൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ അവരോട് ഇപ്പോൾ ഭയങ്കര കമ്പനിയുമാണ്. ഇപ്പം ഞാൻ രാവിലെ പിള്ളേരെ സ്കൂളിലാക്കിയിട്ട് ഇപ്പം അന്ന് മെറ്റീരിയൽസ് കൊണ്ടുപോയപ്പോഴത്തേക്കും പൈസ ഉള്ളവർ അന്ന് തന്നായിരുന്നു. പിന്നെ ഞാൻ പിറ്റേ ദിവസം, അതായത് തിങ്കളാഴ്ച പോയിട്ടാണ് ഞാൻ പൈസയൊക്കെ മേടിച്ചത്. പിന്നെ മെറ്റീരിയൽസ് വേണ്ടവർക്ക് ഞാൻ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അവർക്ക് മെറ്റീരിയൽസ് ആവശ്യമുണ്ടെങ്കിൽ അവരെന്നെ വിളിക്കുകയും ചെയ്യും. അപ്പോൾ എൻ്റെ കയ്യിലുള്ള മെറ്റീരിയൽസ് തീർന്നപ്പോൾ ഞാൻ എറണാകുളത്ത് പോയി മെറ്റീരിയൽസ് എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കും എന്നെ വിളിച്ചു, എടാ മെറ്റീരിയൽസ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി ഇന്ന പോലെ മെറ്റീരിയൽസ് എടുക്കാൻ വേണ്ടി നിൽക്കണേന്, അപ്പോൾ ഞാൻ ആ സമയത്ത് എത്തുമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് നീ വിളിക്കാൻ പറഞ്ഞു. അപ്പം ഞാനിവിടെ എത്തിയിട്ട് ഞാൻ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഞാനിവിടെ 4:27 എത്തിയപ്പോഴത്തേക്കും. അപ്പം ഇനി നാളെ വന്നാൽ മതി ചോദിച്ചെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞടാ ഞങ്ങൾ നിന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കണേന്, നീ ഏതായാലും വാന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പോയപ്പോഴത്തേക്കും അവൻ എൻ്റെ കയ്യിൽ നിന്ന് മെറ്റീരിയൽസ് എടുത്തു. എന്നിട്ട് കുറച്ച് ചേച്ചിമാർ പോയായിരുന്നു. എന്നിട്ട് പിന്നെ പിറ്റേ ദിവസം രാവിലെ എന്നോട് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ കൊണ്ടുപോയി. പിന്നെ ബാക്കിയുള്ള ചേച്ചിമാരും അങ്ങനെയൊക്കെ എടുത്തു. ഇപ്പം നമ്മളോട് അങ്ങനെ ഒരു എന്താ പറയുക, ഒരു അകൽച്ച അവർ ശരിക്കും പറഞ്ഞാൽ കാണിക്കണില്ല. ഇപ്പം നമ്മളോടാണെങ്കിൽ നല്ല കൂൾ മൈൻഡാണ് അവർ ഇപ്പം പെരുമാറുന്നതാണെങ്കിലും നല്ല രീതിയിൽ തന്നെയാണ്. അപ്പം ഞാൻ ആദ്യമേ പോകാതെ മടിച്ച് ഇവിടെ ഇരുന്നിരുന്നെങ്കിൽ എനിക്ക് അവിടെ അത്രയും മെറ്റീരിയൽസ് എനിക്ക് സെയിലായി പോയില്ലേ. അവിടെ പോയത് കൊണ്ടല്ലേ എനിക്ക് അത്രയും മെറ്റീരിയൽസ് എനിക്ക് സെയിലായി പോയത് ഒറ്റയടിക്ക് തന്നെ. ഇപ്പം ഞാൻ പോകാതിരുന്നെങ്കിൽ ശരിക്കും എനിക്കത് നഷ്ടമായിരുന്നത്. ഇപ്പം അത്രയും ഒരു സുഹൃത്ത് ബന്ധങ്ങൾ, അതിലും എനിക്ക് കുറച്ചുകൂടെ സുഹൃത്ത് ബന്ധങ്ങൾ കിട്ടി. അപ്പം ഞാൻ അവർക്ക് ഇപ്പോൾ തയ്യലിൻ്റെ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ അതൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞു കൊടുക്കും കേട്ടോ. ഇപ്പോൾ തുണി വെട്ടാനൊക്കെ ആണെങ്കിലും എന്തെങ്കിലും ചെറിയ ചെറിയ സംശയമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കും. അപ്പം നമ്മൾ എന്തിലും മുന്നോട്ട് ഇറങ്ങിയാലേ നമുക്ക് അതിൻ്റേതായ വിജയം ഉണ്ടാവുള്ളൂ.